Hello my dear students. Are you all ready to learn? എല്ലാരും പഠിക്കാൻ തയ്യാറാണോ? Shall we learn some mathematics today? നമുക്ക് കുറച്ച് mathematics പഠിക്കാം. And what is mathematics about? Mathematicsൽ എന്താ ഉള്ളത്? Numbers ഉണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Numbers ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. Numbers മാത്രമല്ല ഉള്ളത്. Sizes are also there in mathematics. എങ്ങനെയാ sizes? വലുത്, ചെറുത്, പൊക്കമുള്ളത്, പൊക്കം കുറഞ്ഞത്, ഇതൊക്കെ എന്താ ഡിഫറെന്റ് സൈസസ് ആണ്. സോ ബിഫോർ സ്റ്റാർട്ട് ലേണിംഗ് നമ്പേഴ്സ് we are going to learn different sizes. Okay, so everyone move to page number 37. എല്ലാരും page number 37 ലോട്ട് ഒന്ന് മൂവ് ചെയ്തേ. Yes, what is this here? This is an elephant, right? This is an elephant. ഇതൊരു elephant അല്ലേ? And what is the size of this elephant? It is a big elephant. ഇതൊരു വലിയ elephant അല്ലേ? So size എങ്ങനെയാണ്? It's big. Elephant is big. And what is this? ഇതെന്താ ഇത്? ഇതൊരു ആമയാണ് അല്ലേ? Tortoise. This is a tortoise. And what is the size of the tortoise? Tortoiseന്റെ size എങ്ങനെയാണ്? It's a small tortoise. Tortoise എങ്ങനെയാണ്? Small ആണ്. So big, small. Big elephant, small tortoise. Big elephant, small tortoise. മറന്നു പോയത് big വലുത്, small ചെറുത്. അപ്പൊ big എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? എലിഫന്റിനെ ഓർക്കണം. സ്മോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? ആരെ ഓർക്കണം? ടോർട്ടോയ്സ് ചെറുത് അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താ? ഒരു ആക്ടിവിറ്റി അല്ലേ? Circle the bigger animal in each pair. ഇവിടെ എല്ലാം pair ആയിട്ട്. Pair എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? രണ്ടെണ്ണം വെച്ച്. Okay, രണ്ടെണ്ണം വെച്ച് ഇവിടെ കുറേ animals ഉണ്ട്. And from that you will have to circle what? You will have to circle bigger animal. നിങ്ങൾ bigger animalനെ circle ചെയ്യണം. ആദ്യം ഇവിടെ എന്താ ഉള്ളത്? രണ്ട് മാനുണ്ട് അല്ലേ? Deer ഉണ്ട്. Deer. Which is the bigger deer? Circle that. ആദ്യത്തെ deerനെ circle ചെയ്തേ. Big deer. Yes. Then you have two foxes here. Foxesനകത്ത് ഏതിനെയാ നിങ്ങൾ circle ചെയ്യാൻ പോകുന്നത്? Big fox. Big foxനെ നിങ്ങൾ circle ചെയ്യണം. And then you have two elephants. രണ്ട് elephants ഇല്ലേ? ആ elephants-ല് bigger elephant-നെ നിങ്ങൾ circle ചെയ്യണം. ഇവിടെ വലുതിനെ നിങ്ങൾ circle ചെയ്യണം. ഇവിടെ രണ്ട് ബേർഡ്സ് ഇരിക്കുന്നത് കണ്ടോ? രണ്ട് ബേർഡ്സ് ഇരിക്കുന്നത് കണ്ടോ? ഇതിനകത്ത് വലിയ പക്ഷി ഏതാ? ആ വലിയ പക്ഷി ഒന്ന് സർക്കിൾ ചെയ്തേ. ആ വലുത്. പിന്നെ ഇവിടെ കുറച്ച് ഫിഷസിനെ കണ്ടോ? ഇവിടെ വലിയ ഫിഷ് ഇതല്ലേ? ആ അപ്പൊ വലിയ ഫിഷിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ചെയ്തോ എല്ലാരും? വലിയ ഡിയറിനെ സർക്കിൾ ചെയ്യണം, വലിയ ഫോക്സിനെ സർക്കിൾ ചെയ്യണം. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യു ഷുഡ് ഹാവ് ടു സർക്കിൾ ദ ബിഗർ വൺ അല്ലെ? ബിഗർ ഏതാണോ അതിനെ വേണം നിങ്ങൾ സർക്കിൾ ചെയ്യാൻ. എലിഫന്റ് ഇസ് ദ, നോക്കിക്കേ, ബിഗർ എലിഫന്റ് കണ്ടോ? ആ ഓക്കെ, ഇവിടെ ചെയ്തോ? എല്ലാരും ചെയ്ത് കഴിഞ്ഞല്ലോ? അപ്പൊ പഠിച്ചല്ലോ. ബിഗ് സ്മോൾ, ബിഗ് സ്മോൾ. ബിഗ് എന്ന് പറഞ്ഞാ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാ ചെറുത്. ഓക്കെ, shall we move to the next page and see what is there? ഇവിടെ എന്താ ഉള്ളത്? Long and short. Long എന്ന് പറഞ്ഞാൽ എന്താ? നീളമുള്ളത്. Long എന്ന് പറഞ്ഞാല് നീളമുള്ളത്. Short എന്ന് പറഞ്ഞാലോ? നീളം കുറഞ്ഞത്. So take the thing that are long. ഇവിടെ long ഏതാന്ന് നോക്കിക്കേ. Which one is longer? This one or this one? ഏതാ? This is long one, no? അപ്പൊ long one നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടിക്ക് മാർക്ക് ഇടണം. എന്തിടണം? ഇതുപോലെ ഒരു ടിക്ക് മാർക്ക് ഇടണം. And short thingനെ നിങ്ങൾ എന്ത് ചെയ്യണം? Cross the thing that are short. ഇത് ഷോർട്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ക്രോസ് ഇടണം. ഓക്കെ, ഷോർട്ട് വണ്ണിന്റെ അവിടെ ഒരു ക്രോസ് ഇടണം. ഇവിടെയോ? ഇത് ഷോർട്ട് അല്ലേ? This aeroplane is short. So you should put a cross mark. And what about this aeroplane? This is long, so you should put a tick mark. So this is long and this is long. Tick ഇട്ടോ ഇവിടെ രണ്ടിടത്തും tick ഇടണം. And this is short and this is short, so you should put two crosses. Cross ഇട്ടോ.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ടോൾ ആൻഡ് ഷോർട്ട്. ടോൾ എന്ന് പറഞ്ഞാൽ എന്താ? നീളം കൂടിയത്. ഷോർട്ട് എന്ന് പറഞ്ഞാലോ നീളം കുറഞ്ഞത്. ഓക്കെ, ടോൾ എന്ന് പറഞ്ഞാൽ നീളം കൂടിയത്, ഷോർട്ട് എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, ആരാണ് ലോങ്? There's a boy and a girl. There's a girl and a boy. Who is taller? Who is taller? ഇതിൽ ആരാ ടോൾ? ടോളിന്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് ഇടണം. ഇവിടെ ടോൾ ആരാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ആൻഡ് ഷോർട്ട് ആരാണെന്ന് നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്യണം? ക്രോസ് ഇടണം. So here this girl is short. So you should put a cross. And this boy is tall. So you should put a tick mark. ഇവിടെ നോക്കിക്കേ, here we have a giraffe and a deer. We have a giraffe and a deer. ഇവിടെ ഏതാ വലുത്? ജിറാഫ് അല്ലേ ടോൾ? ജിറാഫ് അല്ലേ ടോൾ? ആർക്കാ ഉയരം കൂടുതൽ? ജിറാഫിന്. So you should put a tick mark for the giraffe and a cross mark for the deer. മനസ്സിലായോ? Tall and short. A tall boy, a short girl. A tall giraffe, a short deer. മനസ്സിലായോ? മനസ്സിലായി. Okay. ഇനി full and empty. Full എന്ന് പറഞ്ഞാൽ എന്താ? നിറച്ച്, നിറഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Full എന്ന് പറയുന്നത്. ഫുള്ളിന്റെ ഓപ്പോസിറ്റ് എന്താ? എംപ്റ്റി. ഒന്നുമില്ല, കാലിയായിട്ടിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? എംപ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിൽ ഏത് പ്ലേറ്റ് ആണ് ഫുൾ? ഏത് പ്ലേറ്റ് ആണോ ഫുൾ, ആ പ്ലേറ്റില് നിങ്ങൾ ഒരു ടിക്ക് മാർക്ക് ഇടണം. ഏതാ? യെസ്, ഇവിടെ കുറെ ആപ്പിൾസ് ഉണ്ടല്ലോ. ആപ്പിൾസ് ഉള്ള പ്ലേറ്റ് ആണ് എന്ത്? ഫുൾ പ്ലേറ്റ്. ആപ്പിൾസ് ഉള്ള പ്ലേറ്റ് ആണ് എന്ത്? ഫുൾ പ്ലേറ്റ്. ആൻഡ് ഈ രണ്ട് ബോക്സസ് നോക്ക്, ഈ ബോക്സസിനകത്ത് ഏതാ ഫുൾ? ഏതാ ഫുൾ? This one is full, so you should put a tick mark. And empty ഏതാ? This one is empty and this box is also empty. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? You should put a cross mark. Okay, empty you should put a cross and full you should put a tick mark. Okay, ഇനി അടുത്തതാണ്. അടുത്തത് എന്താ? Tick the things that are heavy. weight കൂടുതലുള്ളതിനെ നിങ്ങൾ ടിക്ക് ചെയ്യണം. and cross the things that are light. weight കുറഞ്ഞതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. നോക്ക്, വാട്ടർമെലൺ ആണോ അതോ ആപ്പിളിനാണോ വെയിറ്റ് കൂടുതൽ? ഏതിനാ ഭാരം കൂടുതൽ? നമ്മൾ കയ്യിലെടുക്കാൻ പാട് ഏതാ? ആപ്പിൾ എടുക്കാനാണോ പാട് അതോ വാട്ടർമെലൺ എടുക്കാനാണോ പാട്? വാട്ടർമെലൺ അല്ലേ, നമ്മൾ രണ്ട് കൈയൊക്കെ വെച്ചിട്ടാണ് വാട്ടർമെലൺ എടുക്കുന്നത്. പക്ഷെ ഒരു ആപ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു കയ്യിലെടുക്കും അല്ലേ? സോ which one is heavy? ഏതാ ഹെവി ആയിട്ടുള്ളത്? വാട്ടർമെലൺ. So you should put a tick here. And apple is not so heavy. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? This is light. ഇതെന്താ? ഇത് ലൈറ്റ് ആണ്. ഹെവി അല്ലെങ്കിൽ ഹെവിയുടെ ഓപ്പോസിറ്റ് എന്താ? ലൈറ്റ് ആണ്. So apple is light. Here you have two rocks. അല്ലേ, രണ്ട് റോക്സ് അല്ലേ ഉള്ളത്? ഇതിൽ ഏതാ വലുത്? This one. So heavy ഏതായിരിക്കും? Obviously ഇത് തന്നെയായിരിക്കും വലുത്. So you should put a tick mark here. And light ഏതാ? This one. And you should put a cross mark for the lighter one. മനസ്സിലായോ? Now you have a wonderful activity. You can take out your color pens. Color pens എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? Color the big object. Color the big object and tick the small. You should color the big object. Which is bigger here? The bigger ഏതാ? ഇത്. So you should color this. ഈ വലിയ കപ്പിനെ നിങ്ങൾ കളർ ചെയ്യണം. And small cup ഏതാ? This one. അല്ലേ, small cup ഇതല്ലേ? You should put a tick on the small cup. മനസ്സിലായോ? മനസ്സിലായോ? Okay.